ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് തൃശ്ശൂരിൽ ബോൺ നതാലെ. തൃശ്ശൂർ നഗരം കീഴടക്കാൻ 15,000-ൽ അധികം ക്രിസ്മസ് പാപ്പമാർ എത്തും. 4:30 ഫ്ലാഗ് ഓഫ് നടക്കാൻ പോകുന്നത്. MS ലിഷോയി ചേരുന്നുണ്ട്. ലിഷോയി, പതിവ് കാഴ്ചയാണ്. എല്ലാ വർഷവും വലിയ വർണ്ണപ്പകിട്ടാണ് ഈ ബോൺ നതാലയ്ക്ക് ഉള്ളത്. പാപ്പമാരൊക്കെ നഗരം കീഴടക്കാൻ പോകുന്ന വർണ്ണ കാഴ്ചകൾ, ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ ലിഷോയ്? തീർച്ചയായും പ്രജീഷ്, എനിക്ക് പുറകിൽ കാണാം ഒരുപാട് പാപ്പമാരുണ്ട്. എല്ലാവരും തന്നെ ഒരുങ്ങി നിൽക്കുകയാണ് ഇന്ന് തൃശ്ശൂർ നഗരം കീഴടക്കുന്നതിന് വേണ്ടി. ഒന്നും രണ്ടുമല്ല, ചില്ലറ പാപ്പമാരൊന്നല്ല ഇന്ന് എത്തുന്നത്. 15,000-ലധികം ക്രിസ്മസ് പാപ്പമാരാണ് ഇന്ന് എത്തുന്നത്. 116-ലധികം ഇടവകകളിൽ നിന്ന്, തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള ഇടവകകളിൽ നിന്ന്, എല്ലാ ഇടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ക്രിസ്മസ് പാപ്പമാർ വേഷമണിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതുമാത്രമല്ല, നിശ്ചല ദൃശ്യങ്ങളുണ്ട്, പാട്ടുണ്ട്, ആട്ടമുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്രിസ്മസ് പാപ്പമാർ മാത്രമല്ല, കുറെ ചേട്ടത്തിമാരുണ്ട്. എന്താണ് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വേറെ വേഷമുള്ള ചേട്ടത്തിമാർ ഇഷ്ടം പാട്ടാ ഡാൻസാ? പാട്ട് ഇപ്പൊ പാടോ? അതെ, പാട്ടും ഡാൻസും എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്തോ? പാട്ടും ഡാൻസും എല്ലാമായി ഇവിടെ ഒരുങ്ങി നിൽക്കാണ്. ഒരു ഗ്രാമത്തിൽ ഒരു മാസത്തിൽ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു അജപാലകർ ദേവനാഗം കേട്ടു ആമോദരായി. അതാണ് ഇത് കണ്ടില്ലേ, ഈ കൂട്ടത്തിൽ തന്നെ നോക്കിയേ, ഏറ്റവും കുഞ്ഞു മക്കൾ മുതൽ ഏറ്റവും മുതിർന്നവർ മുതൽ അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ട് ഇവിടെ. അങ്ങനെ ജാതി മത വ്യത്യാസമോ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രായ വ്യത്യാസമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയും ഒരുപാട് കുട്ടികൾ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ, എന്താ നിങ്ങളുടെ സ്പെഷ്യൽ? എന്താ? ഞങ്ങൾ ഒരേ പൊളിഞ്ഞ പ്രത്യേക സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഒരുപോലത്തെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായി പഠിച്ച് ഈ സ്വരാജ് റൗണ്ടിൽ പലയിടങ്ങളിലായി ഗാനങ്ങളൊക്കെ വെക്കും, ക്രിസ്മസ് ഗാനങ്ങൾ. അതുപോലെ തന്നെ അതൊക്കെ വെച്ച് അതിനൊപ്പം നൃത്തം ചെയ്യുകയാണ് പതിവ്. ഇവിടെ നിങ്ങൾ മാർഗം കളിയാണോ? അല്ല, വെറുതെ ആണല്ലേ? ചെറുങ്ങനെ കളിച്ചു പോകല്ലേ? പാട്ടൊക്കെ ആകുമ്പോൾ 2 സ്റ്റെപ്പ് അധികം കളിക്കും. തന്നെ വരും ഡാൻസ്, തന്നെ വരും ഡാൻസും പാട്ടൊക്കെ. എങ്ങനെയുണ്ട് അത്? ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചാ? ക്രിസ്മസ് ഒക്കെ അടിച്ചു പിന്നെ ക്രിസ്മസ് അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഇനി കാണാനിരിക്കുന്നതുള്ളൂ. ഇവരൊക്കെ ഇനി സ്വരാജ് റൗണ്ടിലേക്ക് ഏകദേശം 4:30-ക്ക് ശേഷം എത്തുകയാണ് പതിവ്. എന്തായാലും ഫ്ലാഗ് ഓഫ് കർമ്മം തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിന്റെ മുൻവശത്ത് നിന്ന്, ആ പരിസരത്ത് നിന്നുമാണ്. എങ്ങനെയുണ്ട് ക്രിസ്മസ് ആഘോഷമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? എവിടെന്നാ വരുന്നേ? അങ്ങനെ പാവർട്ടി എന്നാണ് വരുന്നത്. ഇവിടെ എല്ലാവരും തന്നെ അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. എന്തായാലും കാത്തിരിപ്പിലാണ്. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഏകദേശം 4 മണിക്ക് ശേഷം, ഇതിപ്പോൾ തൃശ്ശൂർ സൈക്രഡ് ഹാർട്സ് സ്കൂളാണ്, ഇവിടെ നിന്നും ഏകദേശം 4 മണിക്ക് ശേഷം എല്ലാ സംഘങ്ങളും പുറപ്പെടുകയാണ്. 16,000-ലധികം ക്രിസ്മസ് പാപ്പമാർ ആണ് ഇത്തവണ ഈ ബോൺ നതാലയിൽ പങ്കെടുക്കുന്നത്. ലിഷോയി, അങ്ങനെ ഓരോ വർഷവും നമ്മളിങ്ങനെ വർണ്ണപ്പൊലിമയോടുകൂടിയുള്ള ഈ പ്രോഗ്രാമാണ് കാണുന്നത്. സ്വരാജ് റൗണ്ടിനെയൊക്കെ തന്നെ അങ്ങനെ നിറപ്പകിട്ടിലേക്ക് കൊണ്ടുപോകുന്നപ്പോൾ പല നമ്പരും വ്യത്യസ്ത കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെയും ഒക്കെ കാഴ്ചകൾ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷവും അതിനൊന്നും ഒരു പൊലിമക്കുറവില്ലല്ലേ? കുട്ടികളുടെയൊക്കെ തന്നെ വ്യത്യസ്ത പരിപാടികൾ, ഓരോ ഇടവകകളും മത്സരിച്ചുള്ള പരിപാടികൾ കാഴ്ചവെക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഉണ്ടോ അവിടെ? തീർച്ചയായും ഓരോ ഇടവകകളും അവരുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റങ്ങൾ ഇറക്കാനാണ് പ്രധാനമായും ശ്രമിക്കാറുള്ളത്. അങ്ങനെ ഒരുപാട് ഇനങ്ങൾ ഇവിടെ കാത്തിരിപ്പുണ്ട്. ടേബ്ലോകളിലായാൽ പോലും മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും അതുപോലെ തന്നെ സാമൂഹിക പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളും ഒക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ള ടേബ്ലോകളൊക്കെ തന്നെയാണ് അവതരിപ്പിക്കാറുള്ളത്. അതൊക്കെ തന്നെ ഇത്തവണയുണ്ട്. ഇവിടെ പല വിധത്തിലുള്ള പാപ്പമാരുണ്ട്. ഉറക്കത്തിലാണോ? ഉറക്കത്തിലാണ് ആള്. എങ്ങനെ ഈ എപ്പോ വന്നു? നിങ്ങളിപ്പോ എപ്പോ വന്നു? എപ്പോഴാ വന്നേ? കുറച്ചേരെ. ഇനിയിപ്പോ എല്ലാ പരിപാടിയും കണ്ടു. ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ആള്? ഇഷ്ടാണോ?
ഒരു ഉറക്കച്ചടവില നിൽക്കുന്നതല്ല, അതായിരിക്കും കുറച്ച് കഴിഞ്ഞ് ഉഷാറാവായിരിക്കും അല്ലേ? കുറച്ച് കഴിഞ്ഞ് ഉഷാറാവും. എങ്ങനെയുണ്ട്? സ്റ്റെപ്പൊക്കെ പഠിച്ചാ? എന്നിട്ട് സ്പെഷ്യൽ സ്റ്റെപ്പ് വല്ലതുണ്ടാ? പുതിയ പാട്ടാണല്ലേ? അപ്പൊ എല്ലാവരും കൂടി സ്റ്റെപ്പൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്, അതുപോലെ തന്നെ മുതിർന്നവരുണ്ട്, സ്കൂൾ കോളേജ് കുട്ടികളൊക്കെ തന്നെയുണ്ട്, അങ്ങനെ മുതിർന്നവരും, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും എല്ലാവരും തന്നെ ആ ഒരു ആവേശത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആവേശം മുഴുവൻ നമുക്ക് സ്വരാജ് റൗണ്ടിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഓണമായാലും ക്രിസ്മസ് ആയാലും എന്ത് ആഘോഷമായാലും തൃശ്ശൂരിൽ പൊലിമകൾ കൂടുതലാണ്. ആ ഒരു പൊലിമയിൽ തന്നെ എല്ലാം അതിൻ്റെ ഒരു ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണിക്കുക എന്നുള്ളതാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് എല്ലാം ആഘോഷമാണ് അല്ലേ? അതെ അതെ, ഗംഭീരമാണ്. എല്ലാ ആഘോഷവും നല്ലതാണ്. പൂരായാലും പുലിക്കളി ആണെങ്കിലും ബോണത്താലി ആണെങ്കിലും എല്ലാം ഗംഭീരം തന്നെയാണ്. ആൾക്കാരെ ഏറ്റവും കൂടുതൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണല്ലേ നമ്മുടെ സജീവമാക്കുക, ജനങ്ങളെ സന്തോഷിപ്പിക്കുക, മാക്സിമം കളർഫുൾ ആക്കുക, ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ആശയം. ഇതോടെ എങ്ങനെയുണ്ട്? സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ട്, ഒരുപാടുണ്ട്. ഏത് ഇടവകയാണ് നിങ്ങൾ? ഞാൻ മുക്കാട്ടുകര. അപ്പം അങ്ങനെ ഒരുപാട് ഇടവകകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതൊക്കെ തന്നെ ഇനിയിപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ ഈ പല വിധത്തിലുള്ള ക്രിസ്മസ് പാപ്പന്മാരെ കാണാം, അതുപോലെ തന്നെ ഡാൻസിങ് പാപ്പന്മാർ, കൂടാതെ സ്കേറ്റിംഗ് പാപ്പന്മാർ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. എന്താ ഇത്ര പെട്ടെന്ന് ക്ഷീണായ? സ്റ്റെപ്പൊക്കെ പഠിച്ചില്ലേ? രണ്ട് സ്റ്റെപ്പ് ഇടാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇട്ടാലോ? ആരും പാട്ട് പാടോ? പാട്ട് പാടോ? ഇല്ലേ? എന്താ ക്രിസ്മസ് ട്രീ ഒക്കെ തലയിൽ വെച്ചടക്കല്ലേ? ഓണത്താലേക്കല്ലേ? ഇത് വെറൈറ്റി പിടിക്കാന്ന് വെച്ചല്ലേ? അപ്പൊ ഡാൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടില്ലേ? പാട്ട് വെക്കുന്നുണ്ട്. സെറ്റാണ് കേട്ടോ, എല്ലാവരും തന്നെ സെറ്റാണ്. ഇപ്പോൾ പല തരത്തിലുള്ള പാപ്പന്മാരെ നമുക്ക് എന്തായാലും ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് പ്രജീഷ് എല്ലാവരും. അങ്ങനെ തൃശ്ശൂരിനെ സംബന്ധിച്ച് എല്ലാം അവർക്ക് ആഘോഷമാണ്. അത് പൂരമായാലും പുലികളിയായാലും ഓണമായാലും ഒക്കെ വലിയ ആഘോഷത്തിൻ്റെ രാവുകളും പകലുമൊക്കെയാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ചും. ആളുകൾ പങ്കെടുപ്പിക്കുക, കൊഴിപ്പിക്കുക, വൈവാക്കുക, കളറാക്കുക, ഇതാണ് ഈ ബോൺനത്താലയിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം 15,000-ത്തിലധികം പാപ്പമാർ അങ്ങനെ നഗരം കീഴടക്കും. സ്വരാജ് റൗണ്ടിൽ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട്, സന്തോഷം അറിയിച്ചുകൊണ്ട് പല ഇടവകകളിൽ നിന്നായി ആയിരക്കണക്കിന് കുരുന്നുകളും പല രൂപത്തിലുമൊക്കെയുള്ള നിശ്ചല ദൃശ്യങ്ങളുടെയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വർണ്ണ പകിട്ടുമൊക്കെ തന്നെ അല്പസമയത്തിനകം തൃശ്ശൂർ നഗരത്തെ